ഹലോ, എൻ്റെ പേര് ജിമ്മി മാത്യു. ഈ ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വരുന്നതേ, ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിലൊരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. മനോജ് ജോൺസൺ എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ആള്. പക്ഷേ ആളെ പറ്റി ജസ്റ്റ് മോഡേൺ മെഡിസിൻ വ്യാജമാണ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കി എന്ന് പറയുന്ന ഒരു തലക്കെട്ടാണ്. അതൊരു പലരും പറയുന്നു അതൊരു മിസ്ലീഡിങ് തലക്കെട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ വെറുതെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പം ഭയങ്കര തർക്കമാണ്. അതിൻ്റെ അടിയിൽ മൊത്തം തെറി വിളി അങ്ങനെ ഇങ്ങനെ. അപ്പോൾ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നാച്ചുറോപ്പതി ഡിഗ്രിയുള്ള ഡോക്ടറാണ്. അപ്പം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഡിഗ്രികൾ ഉണ്ടെന്ന് നമുക്കറിയാം. മോഡേൺ മെഡിസിൻ മാത്രമൊന്നുമല്ല. മോഡേൺ മെഡിസിൻ അല്ലാതെ ആയുർവേദം നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം മാത്രമല്ല, നമ്മുടെ ഏൻഷ്യൻ്റ് നമ്മുടെ പാരമ്പര്യ വൈദ്യം കൂടെയാണ്. പിന്നെ ഹോമിയോ ഉണ്ട്, പിന്നെ യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ യുനാനി ടിബറ്റൻ മെഡിസിൻ്റെ ഒക്കെ കോഴ്സസ് ഉണ്ട് കേട്ടോ. ഈ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കൊല്ലമൊന്നും അല്ല, മോഡേൺ മെഡിസിൻ്റെ പോലെ തന്നെ 4.5 കൊല്ലവും 1 കൊല്ലം ഹൗസ് സർജൻസിയും, അതായത് 5.5 കൊല്ലം പഠിപ്പിച്ചിട്ടാണ് ഈ ഡോക്ടർമാർ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അവർ ഒരിക്കലും വ്യാജന്മാർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഗവൺമെൻറ് അംഗീകരിച്ച കോഴ്സാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ഈ ആയുർവേദ ഒരു സയൻസാണോ? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ആയുർവേദം ഒരു സയൻസാണോ? എൻ്റെ ചോദ്യം അതല്ല, മോഡേൺ മെഡിസിൻ ഒരു സയൻസാണോ? നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് നമ്മൾ പറയുമല്ലോ, അതിനകത്ത് ഈ ടെക്നോളജിയും സയൻസിൻ്റെ കൂടെ നമ്മൾ കൂട്ടുന്നുണ്ട്. പക്ഷെ ടെക്നിക്കലി അത് അത്ര ശരിയല്ല. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഉള്ള ഒരു സാധനമാണ്. ടെക്നോളജി ഇല്ലാതെ എങ്ങനെയാണ് മനുഷ്യൻ ഈ ആർട്ടിക് ലൈഫ് കൊടും ഐസിലൊക്കെ 100, 200, ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട്, മീൻസ് 10-20,000 കൊല്ലമായി അവിടെയൊക്കെ മനുഷ്യൻ ജീവിക്കുന്നു. എങ്ങനെയാണ് ഒരു ടെക്നോളജിയും ഇല്ലാതെ അവർ ജീവിക്കാൻ പറ്റുന്നത്? നമ്മുടെ ഇവിടുന്ന് ഒരു 100 പേരെ എല്ലാ സന്നാഹങ്ങളോടും കൂടി അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കുറേ നാൾ വേറെ ഒരു ഹെൽപ്പും ഇല്ലെങ്കിൽ മരിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അവിടുത്തെ ഒരു ടെക്നോളജി ഉണ്ട് അവർക്ക് ജീവിക്കാൻ. ഓസ്ട്രേലിയൻ അബോറിജിനൽസ് ഇതേപോലെ തന്നെ, അബോറിജിനൽസ് ആ ഡെസേർട്ടിലാണ്, ഭയങ്കര മരുഭൂമിയിൽ ജീവിച്ചിരുന്നു. അവിടെ പെട്ടുപോയ ഇതേപോലെ തന്നെ സായിപ്പന്മാരൊക്കെ പലപ്പോഴും പെട്ടുപോയിട്ടുണ്ട്, വലിയ വലിയ സംഘങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. എന്നിട്ടൊന്നും അവർ ജീവിച്ചിട്ടില്ല. പലരും പിന്നീട് ഈ അബോറിജിനൽസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്, അവിടുത്തെ ആദിവാസികളുടെ ഹെൽപ്പോടുകൂടിയാണ് ജീവിച്ചത് അല്ലെങ്കിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ എന്താണ് ഈ സംഭവം? ആക്ച്വലി എന്താണ് ഈ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അത് ജോസഫ് ഹെൻറിക്കിൻ്റെ ദ റീസൺ ഫോർ അവർ സക്സസ്, ഞാൻ പിന്നെയും പറയുകയാണ്, ആ ബുക്ക് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് മനുഷ്യനാക്കുന്നത്. ഈ ടെക്നോളജി തന്നെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലൊരു ട്രഡീഷണൽ ഒരു ആശാരി, ഇപ്പോഴുള്ള ആശാരികളും ഓഫ് കോഴ്സ് ഇപ്പോഴുള്ള ആശാരികൾക്ക് കുറച്ചുകൂടെ മോഡേൺ ടെക്നിക്സ് അവർ സ്വാംശീകരിച്ചിട്ടുണ്ട്. വേണ്ട, സപ്പോസ് ഒരു 100-150 കൊല്ലം മുമ്പുള്ള ഒരു ആശാരി വീടൊക്കെ പണിയുന്ന, പിന്നെ തടി കൊണ്ട് വീട് പണിയുന്ന ഒരു ആശാരിയാണ്. നമ്മുടെ നാട്ടിലും തടി കൊണ്ട് ഒത്തിരി പണികൾ അവർ ചെയ്യുമല്ലോ ആശാരികൾ. അപ്പം ഈ ആശാരി എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? അപ്പം ആശാരിക്ക് കുറേ കാര്യങ്ങൾ ആശാരിയുടെ അച്ഛനും ഗുരുക്കന്മാരും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആശാരിയുടെ തലയിലുണ്ട്. അത് മാത്രമല്ല, അയാൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. വേറെ കൊല്ലാശാരി ഉണ്ട്, വേറെ ആൾക്കാരുണ്ട്, ഹെൽപ്പർമാരുണ്ട്, സ്ഥാനം നോക്കുന്നവരുണ്ട്, പിന്നെ അതിൻ്റെ മണ്ണ് നോക്കുന്നവരുണ്ട്, കല്ല് നോക്കുന്നവരുണ്ട്, അങ്ങനെ പല ആൾക്കാർ. ഇവരൊക്കെ ഇതുപോലെ തന്നെ ട്രഡീഷണലായിട്ട് പല കാര്യങ്ങളും പഠിച്ചവരാണ്. അപ്പോൾ ആശാരി ഇങ്ങനെ ഓരോ കാര്യങ്ങളും അയാൾ ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അയാൾ പറയണം, ആഞ്ഞിലി മാത്രം കൊണ്ടാണ് തട്ടടിക്കാൻ പാടുള്ളൂ എന്നുള്ളവരുടെ ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ അതങ്ങോട്ട് അനുസരിക്കുകയാണ്. അയാൾ യാതൊരു തരത്തിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഇപ്പം തട്ടടിക്കുന്ന സമയത്ത് ഒരു ദൈവത്തിനോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ പൂജ ചെയ്യുന്നതും ആഞ്ഞിലി കൊണ്ട് തന്നെ തട്ടടിക്കണം എന്നുള്ള നിയമവും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം പുതിയൊരു മരം അവിടെ വരുവാണ്, മേ ബി അക്കേഷ്യ എന്ന് വിചാരിച്ചോളൂ. അക്കേഷ്യ പുതിയൊരു മരം അവിടെ വന്നു, എവിടെന്നോ ആരോ കൊണ്ടുവന്നു. അപ്പം അക്കേഷ്യ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അക്കേഷ്യയും തട്ടടിക്കാൻ ആഞ്ഞിലി പോലെ തന്നെ അടിപൊളിയാണ് എന്ന് വിചാരിക്കുക. അത് ഇയാൾ സമ്മതിക്കുമോ? ഇല്ല. തെളിവ് കിട്ടിയാലും അദ്ദേഹം അത് സമ്മതിക്കില്ല. കാരണം അദ്ദേഹം ആ സാധനം മാത്രമേ, കൾച്ചറലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ പുള്ളി തുടരുള്ളൂ. അതിന് യാതൊരു സംശയമില്ല.
അതേസമയം പുള്ളി ഒരു 20 കൊല്ലം 30 കൊല്ലം ആശാരിപ്പണി ചെയ്തു. അപ്പോൾ വേറെ പല ദേശത്തു നിന്നുള്ള ആശാരിമാരുമായിട്ട് പുള്ളി സമ്മതിക്കുമ്പോഴും ഒക്കെ ആരും പറയും അക്കേഷ്യ കൊണ്ട് തട്ടടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് 1-2 കൊല്ലം ആഞ്ഞിലി തീരെ കിട്ടാണ്ടായപ്പം പുള്ളി അക്കേഷ്യ കൊണ്ട് ചെയ്തു നോക്കി. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ 10-30 കൊല്ലം കഴിയുമ്പോൾ പുള്ളി ഭയങ്കര വയസ്സനായി പുള്ളിയുടെ മക്കളെ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി പറയും അതെ ഈ അക്കേഷ്യ വലിയ കുഴപ്പമൊന്നുമില്ല, ആഞ്ഞിലി ഇല്ലെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് പിന്നെ ഒരു 3-4 തലമുറ കഴിയുമ്പം ചിലപ്പം നമ്മുടെ ശ്ലോകങ്ങളൊക്കെ മാറാം. പണ്ട് ആഞ്ഞിലി കൊണ്ട് തന്നെ തട്ട് വേണം എന്നൊക്കെ ആയിരിക്കും ശ്ലോകം. ഇപ്പം പിന്നെ ആ ശ്ലോകമൊക്കെ ചെറുതായിട്ട് മാറും. ആഞ്ഞിലിയും അക്കേഷ്യയുമാകാം എന്നൊക്കെ ആയിരിക്കും പിന്നത്തെ ശ്ലോകം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഈ പാരമ്പര്യ ശാസ്ത്രം എന്ന് പറയുന്ന ഈ പല ടെക്നോളജികളും വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കുറേയൊക്കെ അതിനകത്ത് സത്യം കാണും, കുറേയൊക്കെ ശരിയായിരിക്കില്ല. പ്രത്യേകിച്ച് വൈദ്യം പോലെയുള്ള കാര്യങ്ങളിൽ വീട് പണിയുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നമുക്ക് അവിടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ക്ലിയറാണ്. അതേസമയം നമ്മുടെ അസുഖങ്ങൾ എന്താണെന്ന് പണ്ടത്തെ ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, മിക്ക അസുഖങ്ങളും. അതുകൊണ്ട് അസുഖങ്ങൾ തനിയെ മാറുന്നതാണോ, ഇതുകൊണ്ട് മാറിയതാണോ, വേറെ എന്തെങ്കിലും കൊണ്ട് മാറിയതാണോ എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഫീഡ്ബാക്ക് എക്സാക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൾച്ചറൽ ട്രാൻസ്മിഷൻ നല്ല കറക്റ്റായിട്ടുള്ള ടെക്നോളജി ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആശാരിപ്പണി പോലെയല്ല. ആശാരി നമുക്ക് ഒരു മേശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആശാരിക്ക് തന്നെ കണ്ടറിയാം. അതേസമയം ഒരു മരുന്ന് കൊടുത്താൽ അത് മരുന്ന് ഭരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വൈദ്യനെ അറിയാനായിട്ട് ഇച്ചിരി പാടാണ്. കാരണം അത് തന്നെ മാറുന്നതാണോ അതൊന്നും അറിയാൻ പറ്റില്ല, അത് ഭയങ്കര പാടാണ്. അതോ വേറെ വല്ലതും കൊടുത്താൽ മാറുമായിരുന്നോ, ഒന്നും അറിയാൻ ഭയങ്കര പാടാണ്. പക്ഷെ വളരെ കുറച്ച് രീതിയിൽ സാധിക്കും. തലമുറ കൊണ്ട് അത് ഇമ്പ്രൂവ് ആയും വരും. അപ്പം അതുപോലത്തെ ഒരു സാധനമാണ് ആയുർവേദമൊക്കെ. അപ്പോൾ മോഡേൺ മെഡിസിനും അതുപോലെ തന്നെയാണെന്ന് ആയിരുന്നു എന്ന് പറയേണ്ടി വരും ഒരു 500-600 കൊല്ലം മുമ്പ്. അപ്പോൾ ഈ സയൻസ് എന്ന് പറയുന്ന സാധനം വന്നിട്ട് ഇപ്പോഴത്തെ ഫോമിൽ വന്നിട്ട് ഒരു 500 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. അതായത് ഒരു ഓർഗനൈസ്ഡ് സ്കെപ്റ്റിസിസവും ക്വസ്റ്റ്യനിങ്ങുമാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് ആൾക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അതിനുവേണ്ടി തെളിവ് ശേഖരിച്ച് ആ തെളിവിൻ്റെ ബാക്കിംഗ് ഉണ്ടാക്കി അപ്പം ഈ നമ്മൾ നേരത്തെ നടന്ന ആ കൾച്ചറൽ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആക്കാനായിട്ട് സാധിക്കും. ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ജനറേഷനിൽ തന്നെ, കാരണം അവർ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണല്ലോ. മാത്രമല്ല വേറെ ആൾക്കാരിൽ നിന്ന് ഇതുപോലെ വിഷയം ശേഖരിക്കുകയും ചെയ്യും, അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആക്റ്റീവായിട്ട് നോക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ സയൻറ്റിഫിക് ടെക്നോളജി എന്തുമാത്രം സയൻറ്റിഫിക് ആണ് എന്നുള്ളതാണ് എക്സാക്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ മോഡേൺ മെഡിസിൻ എന്തുമാത്രം സയൻറ്റിഫിക് ആണ്? അത് ഈ 1995 ലാൻസെറ്റിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഇൻപേഷ്യൻറ്റ് മെഡിസിൻ ഈസ് എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് അവർ കണ്ടത് പ്രധാനമായും 1995 ആ ഒരു വെസ്റ്റേൺ കൺട്രിയിലാണ്. പക്ഷേ മോഡേൺ മെഡിസിൻ ബേസിക്കലി 80% ട്രീറ്റ്മെൻറ്റ്സും ഡയഗ്നോസിസും ചെയ്യുന്നത് എവിഡൻസ് ബേസ്ഡ് ആണ് എന്നാണ് അവരുടെ കണ്ടെത്തൽ. അതിനകത്ത് 50% മാത്രമേ ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ പോലെയുള്ള റിഗറസ് ആയിട്ടുള്ള സ്റ്റഡീസിൻ്റെ ബാക്കിംഗ് ഉള്ളൂ. പക്ഷെ അപ്പോഴും പലരും പറയുന്നുണ്ട് പലപ്പോഴും എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ഓരോ ഈ സയൻറ്റിഫിക് സ്റ്റഡിയെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. കാരണം പല സയൻറ്റിഫിക് സ്റ്റഡികളും തെറ്റാകാം, അതിനകത്ത് ബയസ് ഉണ്ടാവാം, പല പ്രശ്നങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് റിസൾട്ട്സ് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് 100% നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. 100% ഒരിക്കലും പറ്റില്ല, എന്നാലും അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലീവേ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നോട്ടത്തിൽ ഒരു 50% മോഡേൺ മെഡിസിൻ എവിഡൻസ് ബേസ്ഡ് തന്നെയാണ്, അതായത് തെളിവ് അധിഷ്ഠിതമാണ് ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ തെളിവ് അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയോ 50% അല്ലാത്തതോ? 50% അല്ലാത്തത് ഒരു പ്രാക്ടീസാണ്. നമ്മൾ പണ്ട് മുതലേ ഫലപ്രദമാണ് എന്ന് തോന്നിയ കാര്യങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതായത് കൾച്ചറൽ ട്രാൻസ്മിഷൻ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, കഴിഞ്ഞൊരു 100, 150, 200 കൊല്ലമായിട്ട് ശരിക്കും ശാസ്ത്രീയമായിട്ടാണ് ഈ പ്രാക്ടീസ് നടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെയും ഒരു 5-10 ശാസ്ത്രീയ പ്രാക്ടീഷണേഴ്സിൻ്റെ തലമുറ വന്നല്ലോ. അപ്പം നാച്ചുറലായിട്ടും അവരുടെ പ്രാക്ടീസ് മറ്റതിനേക്കാളും പാരമ്പര്യമായിട്ടുള്ള പ്രാക്ടീസിനേക്കാളും ഭേദമാണെന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവം. നിങ്ങളത് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കും ഈ ആയുർവേദമൊക്കെ അപ്പം എന്തുമാത്രം ശാസ്ത്രീയമാണ്?
അതിൽ ബേസിക്കലി ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്, കൾച്ചറൽ പ്രാക്ടീസാണ്. ഇതിന് ഒട്ടും ശാസ്ത്രീയത ഇല്ല അതിൻ്റെ പ്യുവർ ഫോമിൽ. പക്ഷേ ഇപ്പോഴുള്ള മിക്ക ആയുർവേദം, ഹോമിയോ എല്ലാവരും മോഡേൺ മെഡിസിനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിഫിക്കേഷൻ അവർക്കൊന്നും ഇല്ലെങ്കിലും അവർ മോഡേൺ മെഡിസിൻ്റെ രീതികൾ സ്വാംശീകരിച്ച് അവർ ചെയ്യുകയാണ്. അപ്പോൾ അത് മോഡേൺ മെഡിസിൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ, അയാൾ പിന്നെ ഒരു സർജറി ചെയ്യാനായിട്ട് ഇവിടെ സമ്മതിച്ചു, ഇന്ത്യൻ ഗവൺമെൻറ് സമ്മതിച്ചു, അയാൾ സർജറി ചെയ്യുകയാണെങ്കിൽ അത് മോഡേൺ സർജറി തന്നെയാണ്, അല്ലാണ്ട് അത് ആയുർവേദ സർജറി ഒന്നുമല്ല. അപ്പം അതാണ് അതിൻ്റെ കാര്യം. പക്ഷെ വേറൊരു കാര്യം ഞാൻ അപ്പോഴേ പറയാം, ഈ മോഡേൺ മെഡിസിൻ എന്നുള്ളത് പലപ്പോഴും അത്യാവശ്യം സൈഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ട്. കാരണം അതിന് പലപ്പോഴും നല്ല ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ സൈഡ് ഇഫക്റ്റുകളൊക്കെ ചിലപ്പോൾ കാണും. അതും പഠിച്ചിട്ടുണ്ട്. അപ്പം ആയുർവേദത്തിനൊക്കെ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സൈഡ് ഇഫക്റ്റുകളും കാണും. പക്ഷെ നമുക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ചിലപ്പോൾ ഇഫക്റ്റും കാണത്തില്ല, നമുക്ക് അറിഞ്ഞുകൂടാം. അതേസമയം മോഡേൺ മെഡിസിൻ നമുക്ക് സൈഡ് ഇഫക്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് വളരെ വലിയ ഈൽഡുള്ള വലിയ കോംപ്ലക്സ് സർജറികൾ, ഭയങ്കര ട്രീറ്റ്മെൻറ്റുകൾ, വലിയ കീമോതെറാപ്പികൾ ഒക്കെ പല അത്ഭുതകരമായ ഇഫക്റ്റ് പലപ്പോഴും ഉണ്ടാക്കാം. പക്ഷെ അതിനൊക്കെ ഭയങ്കരമായ കോംപ്ലിക്കേഷൻസും ചുരുക്കമായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി, ചോദിച്ച് മനസ്സിലാക്കി, സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത്, ഒരു ഡോക്ടർ പറയുമ്പോൾ വേറൊരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുത്ത്, എസ്പെഷ്യലി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മോഡേൺ മെഡിസിൻ നമ്മൾ എടുക്കാവുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴേ പറയാം, എൻ്റെ അഭിപ്രായത്തിൽ മോഡേൺ മെഡിസിനും വേറെ മെഡിസിനുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. എനിക്ക് സ്വയം ചികിത്സിക്കാനായിട്ട് ഞാൻ മോഡേൺ മെഡിസിൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം പക്ഷേ ഞാൻ എൻ്റെ തലച്ചോറിടും ആ ഓരോ, പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും. ഞാൻ തന്നെ ചിലപ്പം റിസർച്ച് ചെയ്യും. എന്നിട്ട് എൻ്റെ തന്നെ ബുദ്ധിയിൽ ബെനഫിറ്റും കോസ്റ്റും എത്ര ചിലവാകും, എന്തൊക്കെയാണ് ബെനഫിറ്റ് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ എടുക്കും ആ തീരുമാനം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ശരീരത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ ആകണം. കാരണം അതാണ് ശരി. അല്ലാതെ ഈ നമ്മൾ ഡോക്ടർമാരും മോഡേൺ മെഡിസിൻ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുക, അതൊന്നല്ല നമ്മുടെ ഇത്. പക്ഷേ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള സംഭവം മോഡേൺ മെഡിസിൻ തന്നെയാണ്. പക്ഷെ അത് വേണമെങ്കിൽ മാത്രം അത് നമ്മൾ എടുത്താൽ മതി കേട്ടോ.